ഈ ഉദ്ഘാടന ദിവസം ബി.ജെ.പിയും അതിന്റെ സംസ്ഥാന അധ്യക്ഷനും ഇങ്ങനെ CPM നേതാക്കളുടെയും LDF അനുകൂലികളുടെയും ട്രോളിന് ഇരയാവുകയാണോ? ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. പ്രധാനമന്ത്രി വരുന്ന വേദിയിൽ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന സമയം അദ്ദേഹം അവിടെ എത്തി. പുറകിൽ ഗ്രീൻ റൂമിൽ ഇരിക്കുന്നതിന് പകരം അദ്ദേഹത്തെ നിശ്ചയിച്ച സമയത്ത് അദ്ദേഹം സ്റ്റേജിൽ വന്നു. ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രി വരേണ്ട വേദിയിൽ അദ്ദേഹത്തിന് കൊടുത്ത സമയത്ത് വന്നതാണോ തെറ്റ്? അപ്പോൾ അതൊരു ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് എന്ന് മാത്രമല്ല, വേദിയിൽ നേരത്തെ വന്ന് മുദ്രാവാക്യം വിളിക്കാനും മറ്റും നേതൃത്വം കൊടുക്കുന്നത് രാഷ്ട്രീയ അല്പത്തരാണ്. അത് തോന്നിയോണ്ട് അത് പറഞ്ഞു എന്ന് മാത്രം. രാജേഷ്, ഒരു സംശയം ചോദിച്ചേ, എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല, അതുകൊണ്ടാണ്. വിനുവിന്റെ ശ്രദ്ധയിൽ വേറെ ഏതെങ്കിലും മന്ത്രിമാരെ അഭിപ്രായം പറഞ്ഞായിട്ട് കേട്ടോ? എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒന്ന് ഇല്ല, കേട്ടില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇത് ഒരു മാനസിക പ്രശ്നമാണ്. അതായത് ഞങ്ങളുടെ കുടുംബ സ്വത്താണ് കേരളം. റിയാസ് സ്റ്റേജില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങളുടെ തറവാട്ട് സ്വത്താണ് കേരളം, ഞങ്ങളുടെ കുടുംബ സ്വത്താണ് കേരളം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് മരുമകൻ മന്ത്രി റിയാസ് കഴിഞ്ഞ കുറേ കാലമായി എത്തിപ്പോയി. ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ആ വേദിയിൽ കയറിയിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മക്കളും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സഹായിക്കാൻ നിൽക്കുന്ന ആൾക്കാരും അവിടെ വളർത്തു ജീവികളുമായിട്ടൊന്നും അല്ല അദ്ദേഹം കയറിയിരുന്നത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. രാജീവ് ചന്ദ്രശേഖർജി പ്രധാനമന്ത്രിയുടെ ഗസ്റ്റ് എന്നുള്ള നിലയ്ക്ക്, മുൻ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക്, ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചതനുസരിച്ച് കൃത്യസമയത്ത് അവിടെ വന്നു എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. മുഹമ്മദ് റിയാസ് ഒരു കാര്യം ചെയ്യും, ഗോവിന്ദ മാഷ് അവിടെ കസേരയിൽ താഴെ ഇരുന്നതാണ് മുഹമ്മദ് റിയാസിന് വിഷമമെങ്കിൽ, നിങ്ങളുടെ പാർട്ടി 2029 അധികാരം നേടി MA ബേബി പ്രധാനമന്ത്രി ആകുമ്പോഴേക്കും ഗോവിന്ദ മാഷിനെ കൊണ്ടുപോയി സ്റ്റേജിലെത്തിക്കോ റിയാസേ, ഞങ്ങൾ പിന്തുണയ്ക്കാം. ഞങ്ങളവിടെ വന്നിട്ട് ഈ വിഷമവും അല്ല എന്നുണ്ടെങ്കിൽ പരാതിയും കരച്ചിലുമായിട്ട് ഞങ്ങൾ പോകില്ല. അങ്ങൊരു മന്ത്രിയല്ലേ ഇതിന് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കാണേണ്ടത്. ഒരു ചെറുപ്പക്കാരൻ, ഒരു DYFIയുടെ ഒരു നേതാവ് അധപ്പതിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാജേഷ് സൂചിപ്പിച്ച കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഭാര്യയ്ക്കും മകൾക്കും കൊച്ചുമകനും ഒക്കെ ഒപ്പം വിഴിഞ്ഞത്ത് എത്തി. അദ്ദേഹം അവിടെ ഒരു യോഗത്തിലിരിക്കുമ്പോൾ എല്ലാവരും വിളിച്ചു ഒപ്പം വരുന്നു എന്നുള്ളതായിരുന്നുള്ള വിവാദം. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതുകൂടി കേൾക്കുക. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. എന്റെ മകളും എന്റെ ആ മകളുടെ കുട്ടിയായതുകൊണ്ട് തന്നെ എന്റെ കൂടെ ഉണ്ടായത്. ഇതിനെയാണ് മലയാളത്തിൽ പറയുന്നത് ഞങ്ങളിടുമ്പോ ബർമുഡ, അവരിട്ട വള്ളി നിക്കറ് അല്ലേ? ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇവിടെ കാണിച്ച വിഷ്വൽസ്, കുടുംബസമേതം അവിടെ സന്ദർശിച്ച വിഷ്വൽസ്, അത് വന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒന്നും പറഞ്ഞില്ലല്ലോ. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അവിടെ പോയതിനെ ന്യായീകരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ എന്താ റിയാസിന് പറയാനുള്ളത്? എന്റെ ഭയ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ, മുതലാളി മറന്നുപോയതാ. അപ്പൊ എന്റെ ഭാര്യയും കുട്ടിയും ആയതുകൊണ്ട് അതിൽ യാതൊരു പ്രശ്നവുമില്ല. രാജീവ് ചന്ദ്രശേഖർ നിശ്ചയിച്ച സമയത്ത് PMO എന്നുള്ള ഗസ്റ്റ് ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അവിടെ ചെന്നിരുന്നതിനാണ് പ്രശ്നം. അതല്ല ഉദ്ദേശം, പിന്നെ ഇതിനകത്ത് റിയാസിന് പറയാൻ, മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിന് പറയാൻ എന്ത് ധാർമ്മിക ഉത്തരവാദിത്തമാണുള്ളത്? കാരണം നമ്മളെല്ലാമൊക്കെ ചെയ്തു, ഇതിന്റെ മൊത്തത്തിലുള്ള ക്രെഡിറ്റ് നമുക്കാണ് എന്നൊക്കെ പറയുമ്പോൾ എട്ടുകാലി മമ്മൂഞ്ഞായിയുടെ പിണറായി വിജയൻ ഭാവിക്കുന്നു എന്നുള്ളത് പറയാനുള്ള കാരണം അത് തന്നെയാണ്. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? പറയാതെ തന്നെ കിട്ടിയല്ലോ. അദാനിയെ വിമർശിക്കുകയും അഴിമതി പണത്തിന്റെ കഥ പറയുകയും ചെയ്തു എന്ന് ശ്രീ അബിൻ സൂചിപ്പിച്ചു. അങ്ങനെ നടന്നതുമാണ്. പക്ഷെ ഇന്ന് തുറമുഖ മന്ത്രി അദാനിയെ കുറിച്ച് പറഞ്ഞതുകൂടി കേൾക്കാം. I heartily welcome respected Gautam Adani, our partner. Welcome on behalf of the reception committee. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി. അതേക്കുറിച്ച് പ്രധാനമന്ത്രിയും പ്രതികരിച്ചു. അതുകൂടി കേൾക്കാം. जब हमारे पोर्ट मिनिस्टर अपना भाषण दे रहे थे तो उन्होंने कहा, अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर एक कम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए,
कि हमारी सरकार का पार्टनर ദൈവമേ ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹം പരിഹസിക്കുകയാണ്. ആദ്യമേ അദ്ദേഹം പറയുന്നുണ്ട് ഇത് രാജ്യത്തിൻ്റെയും സംസ്ഥാനത്ത് കേരളത്തിൻ്റെയും അഭിമാനകരമായ പദ്ധതിയാണ്, വലിയ വികസന പദ്ധതിയാണ്, എന്നിട്ട് പരിഹസിക്കുന്നു. ഈ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിങ്ങനെ ഒരു ഉദ്ഘാടനം നടത്തിയില്ലായിരുന്നെങ്കിൽ ഈ പോർട്ട് മുന്നോട്ട് പോകുമായിരുന്നില്ലേ? നേരത്തെ ഒരു ട്രയൽ റൺ നടത്തി അത് കേരള പരിപാടി സംസ്ഥാനം തുടങ്ങിയാണല്ലോ. ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെയും ഭരണകൂടത്തിന്റെയും മാന്യതയാണ്. ഭയങ്കരം തന്നെ. മുഖ്യമന്ത്രി മാത്രമാണ് പങ്കെടുക്കേണ്ടത്, കുടുംബം പങ്കെടുക്കാൻ പാടില്ല, അതല്ലെങ്കിൽ മക്കൾ പങ്കെടുക്കാൻ പാടില്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്രോട്ടോകോൾ ബാധകമായ പരിപാടിയിലാണോ കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്? മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഭാര്യയെയും അല്ല, ഏതെങ്കിലും കുട്ടിയെയും ഒരു പ്രോട്ടോകോൾ ഇപ്പോൾ ഔദ്യോഗികമായി അദ്ദേഹം ഒരു എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. രാജേഷിന്റെ നേതാവിനെ ആ സ്റ്റേജിൽ വരുന്നതിൽ നിന്ന് തടയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പ്രോട്ടോകോൾ അദ്ദേഹം ഒറ്റയ്ക്കിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടയുന്നുണ്ടോ? അങ്ങനെയും ചോദിക്കാം. ഒന്നും തടയുന്നില്ല. അതൊരു പരിഹാസ്യമായ കാര്യം മാത്രമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കതിൽ അദ്ദേഹത്തെ കുറിച്ച് ഒരു നിലയിലും ഞാൻ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇതുപോലെ ഒരു പരിപാടിയിൽ മര്യാദ ഭാര്യയും മകളും കൊച്ചുമകനും ഒക്കെ ആയിട്ട് വന്ന് ഉദ്യോഗസ്ഥർക്കൊപ്പം ഇരിക്കുന്ന മീറ്റിംഗിൽ അവരെല്ലാം ഇരുത്തി അതിന്റെ ചിത്രവും പുറത്തുവിട്ട് ഒടുവിൽ അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ മകളും മകളുടെ മകനുമായതുകൊണ്ട് എൻ്റെ ഒപ്പം വന്നു എന്ന് പറയുന്നതിൽ ഒരു കുഴപ്പവും കാണുന്നില്ല ശ്രീ അസീസ്. ഞാൻ ഒരു കുഴപ്പവും കാണുന്നില്ല. അങ്ങനെ വല്ല കുഴപ്പവും ഉള്ള കാര്യമായിരുന്നു അതെങ്കിൽ അദ്ദേഹം തന്നെ ആ ചിത്രം പുറത്തു വിടുമായിരുന്നില്ലല്ലോ. ഇവനെന്ത് വിവരക്കേടാ ചോദിക്കണേ? ഒരു കുഴപ്പവും ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ആ ചിത്രം പുറത്തുവിട്ടത്. അതൊരു ഔദ്യോഗിക പരിപാടിയായിരുന്നില്ല. അത് ഒരു പ്രോട്ടോകോളും ഒരു കുഴപ്പവും ഇല്ലാത്തത് കൊണ്ടാണോ നേരത്തെ നിങ്ങൾ തന്നെ വിമർശിക്കുന്ന ഈ ഔചിത്യത്തിന്റെ കുറവ് കൊണ്ടാണോ അതോ എനിക്ക് എന്തുമാകാം എന്ന ചിന്ത കൊണ്ടാണോ അറിയില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖറിന് ഇൻവിറ്റേഷൻ പോയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞില്ലായിരുന്നോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതിനിടപെടേണ്ട യാതൊരു കാര്യമില്ല. ഒറ്റ ചോദ്യമേ ഉള്ളൂ. അതായത് ഈ രാജീവ് ചന്ദ്രശേഖരനെ മാത്രം സ്റ്റേജിൽ വിളിച്ചിരുത്തി ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. മറ്റ് ഏത് CPM സംസ്ഥാന ജനറൽ സെക്രട്ടറിയെയും KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചിരുത്താത്തതിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പവും തോന്നുന്നില്ലേ? ഞങ്ങൾക്ക് ഒരുപാട് കുഴപ്പം തോന്നിയിട്ടുണ്ട്. ആ കുഴപ്പത്തിന്റെ എല്ലാം ഉത്തരവാദിത്വം BJPയുടെ ഇപ്പൊ അവര് കാണിച്ചു കൊണ്ടിരിക്കുന്ന വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഒരു തരം സാമൂഹ്യ വിരുദ്ധമായ സമീപനമുണ്ടല്ലോ, നമ്മളൊക്കെ സ്വീകരിച്ചു വരുന്നതിന് വിരുദ്ധമായ സമീപനം. അതാണ് എന്ന് ലോകം അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ ഇടഞ്ഞില്ലെങ്കിലോ കൊലയില്ലാത്ത കൊമ്പൻ ഇതിലൂടെ ഉണ്ടായത്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം മിസ്റ്റർ അസീസ്. അതെ അതെ രാജേഷ്, ഞാൻ പറയുന്നത് ചില മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് അറിഞ്ഞിട്ട് ഒരു എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ അതിൽ ഒരു പ്രതിഷേധവും പ്രകടിപ്പിച്ചിട്ടില്ല, പ്രകടിപ്പിക്കേണ്ടതുമില്ല. കേരളീയ പൊതുസമൂഹം ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോകും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.